ഈ കലികാലത്ത്, ഈ ആസുരകാലത്ത് മക്കള് പ്രണയബന്ധങ്ങളിൽ കുരുങ്ങുന്നു. ഇന്നലെ വരെ നമ്മൾ ഓമനിച്ച് 10-21 വയസ്സ് വരെ വളർത്തി, അല്ലേ? നമ്മളുടെ സ്വപ്നമായിരുന്നു, നമ്മളുടെ ആഗ്രഹമായിരുന്നു അവളെ ഒരു കതിർമണ്ഡപത്തിലേക്ക് ആനയിക്കുക എന്നത്. പക്ഷേ ഇന്നലെ കണ്ടവൻ്റെ കൂടെ അവൾ ഇറങ്ങിപ്പോകുമ്പോൾ വൈക്കത്തപ്പൻ്റെ തിരുനടയിൽ ഒരു വെളിപ്പാടകലെ താമസിച്ചിരുന്ന ശോഭയുടെയും അശോകൻ്റെയും മകൾ അഖില എന്ന പെൺകുട്ടി ഡോക്ടറായിട്ട് പഠിക്കാൻ വണ്ടി കയറ്റി സേലത്തേക്ക് വിട്ടു. ഹാദിയയായിട്ട് മാറി. ആ അച്ഛനും അമ്മ ഏക മകളാ. വിചാരിച്ചു സുപ്രീം കോടതി വരെ കേസ് പോയി, അവൾ തങ്ങളോടൊപ്പം വരുമെന്ന് ആ മാതാപിതാക്കൾ വിചാരിച്ചു. സുപ്രീം കോടതിയിലെ ജഡ്ജി ചോദിച്ചു ആരോടുകൂടി താമസിക്കണം. അപ്പോൾ അതിനിടയിൽ ഒരു 6 മാസം അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ താമസിക്കാനായിട്ട് കോടതി ഉത്തരവിട്ടിരുന്നു. അങ്ങനെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ നിന്നു. ഫൈനൽ വിധിക്ക് സുപ്രീം കോടതി കോടതിയിൽ വിസ്താരം നടന്നപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ ഈ 6 മാസക്കാലം ജീവിച്ചത് വെറുക്കപ്പെട്ടവരുടെ കൂടെയാണ്. ആരായിരുന്നു ആ മകളുടെ വെറുക്കപ്പെട്ടവർ? തൻ്റെ രക്തം കൊടുത്ത്, തൻ്റെ രക്തത്തെ പാലാക്കി മാറ്റി അമ്മിഞ്ഞ പാല് കൊടുത്ത് വളർത്തിയ അമ്മ, അല്ലേ? സർവസ്വവും മകൾക്ക് വേണ്ടി ആരോഗ്യവും ആയുസ്സും ജീവനും സ്വത്തും ഒഴിഞ്ഞു വെച്ച അച്ഛൻ അവൾക്ക് വെറുക്കപ്പെട്ടവരായി എങ്ങനെ മാറി? കുഞ്ഞിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. SNDP യോഗത്തിൻ്റെ പരിപാടികളിൽ, യൂണിയൻ്റെ പരിപാടികളിൽ, ശാഖയുടെ പരിപാടികളിൽ, ഗുരുദേവന്റെ പ്രഭാഷണ പരിപാടികളിൽ, എന്തിനാ ആ വൈക്കത്തപ്പൻ്റെ തിരുനടയിൽ വരെ ആ കുഞ്ഞിനെയും കൊണ്ടുപോകാതെ പ്രത്യയശാസ്ത്രങ്ങളുടെ പിന്നാലെ പോയ ശോഭയ്ക്കും അശോകനും ആ സുപ്രീം കോടതിയുടെ വരാന്തയിൽ തളർന്നിരിക്കേണ്ടി വന്നു. ആരായിരുന്നു വെറുക്കപ്പെട്ടവർ? അവൾ ഹാദിയയായി മാറി, അല്ലേ? മാതാവിൻ്റെ പാതാരവൃന്ദങ്ങളാണ് സ്വർഗത്തിലേക്കുള്ള കവാടമെന്ന് പഠിപ്പിക്കുന്ന ഖുറാനെ അനുശാസിച്ചുകൊണ്ട് തലയിലേക്ക് ശിരോവസ്ത്രം എടുത്തണിഞ്ഞ അഖില ഹാദിയയായി മാറി. ആ മുസ്ലിം ഖുറാൻ പറയുന്നത് മാതാവിൻ്റെ പാതാരവൃന്ദങ്ങളാണ് സ്വർഗത്തിലേക്കുള്ള കവാടമെന്ന്. ആ കുഞ്ഞാ പറഞ്ഞത് വെറുക്കപ്പെട്ടവരായി മാറി. പ്രണയം ഇന്ന് കൊലക്കത്തിയായി മാറുന്നു, അല്ലേ? പെട്രോളും കന്നാസും ഒക്കെ എടുത്തുകൊണ്ട് പ്രണയത്തിനോട് നോ പറഞ്ഞാൽ വഴിയിൽ നിന്ന് കുത്തിക്കൊല്ലാൻ അല്ലെങ്കിൽ പെട്രോൾ ഒഴിച്ച് തീവയ്ക്കാൻ നടക്കുന്ന കാമുകന്മാരുടെ കാലമാണ്. ബസ് സ്റ്റോപ്പുകളിലും റെസ്റ്റോറൻറ്റുകളിലും ബീച്ചുകളിലും ഒക്കെ യുവമിഥുനങ്ങൾ പാറിക്കളിക്കുകയാണ്. ഞാൻ പ്രേമത്തെ ഒന്നും നിഷേധിക്കുകയല്ല. പക്ഷേ ശ്രീനാരായണ ധർമ്മമിട്ട് വളർത്തുന്ന മക്കൾ പറയും പ്രേമിക്കാൻ വരുന്നവനോട്, പഠിച്ചൊരു ജോലിയൊക്കെ നേടി ഞാനും നീയും അങ്ങനെ വലുതാകുമ്പോൾ എൻ്റെ വീട്ടിലേക്ക് വന്ന് ചോദിക്കുമ്പോൾ എൻ്റെ അച്ഛൻ കൈപിടിച്ച് തരുമെങ്കിൽ ഞാൻ നിൻ്റെ കൂടെ ജീവിക്കാൻ വരാം എന്ന ഒരു ഉത്തരം കൊടുക്കാൻ നമ്മുടെ പെൺമക്കൾക്ക് കഴിയണം. അല്ലെങ്കിൽ സുരേഷ് ഗോപി പറയുന്നത് പോലെ ഷിറ്റ് ഭാ പുല്ലേ എന്ന് പറയാൻ കഴിയണം, അല്ലേ? പെൺകുട്ടികൾ ഒരു ചെറുവിരൽ തുമ്പിൽ പോലും ഒരു അരുതാത്ത സ്പർശം വന്നാൽ അതിനെ പ്രതികരിക്കാൻ അവരെ പഠിപ്പിക്കണം. മഞ്ഞലോഹത്തിൻ്റെ ആ കനം കണ്ടാൽ കണ്ണ് മഞ്ഞളിക്കാത്ത പാമ്പിനെ കൊണ്ട് അല്ലെങ്കിൽ വിസ്മയമാരെ പോലെ ജീവിതം ഹോമിക്കാൻ വരുന്ന കഴുകന്മാർക്കല്ല പെൺമക്കളെ പിടിച്ചു കൊടുക്കേണ്ടത്. നല്ല ഉദ്യോഗത്തിലിരിക്കുന്ന നല്ല സ്വഭാവമുള്ള മക്കൾക്ക്. അതിനാണ് ഗുരു പറയുന്നത് സത്സന്താനങ്ങളുടെ പിറവി. മക്കളെ കല്യാണം കഴിച്ചു കൊടുത്തപ്പോൾ ഏത് മാതാപിതാക്കൾ പറഞ്ഞു കൊടുത്തു? കഞ്ചാവുകാരനും പെൺവാണിഭക്കാരനും പീഡനവീരനും അല്ലെങ്കിൽ സ്വന്തം മക്കളെ കിണറ്റിലിട്ടിട്ട് കാമുകൻ്റെ കൂടെ പോകുന്ന പെണ്ണും ഒന്നുമല്ലാത്ത നല്ല മക്കൾ ഉണ്ടാകണമെങ്കിൽ സത്സന്താനങ്ങളുടെ പിറവിയുടെ മുഹൂർത്തം വരെ ഗുരു എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ പൊന്നു മേടിച്ചു, പട്ട് മേടിച്ചു, വീഡിയോഗ്രാഫിക്ക് 2 ലക്ഷം രൂപ കൊടുത്തു, അല്ലേ?
എന്തെല്ലാം ഒരുക്കം ചെയ്ത് എത്ര ലക്ഷം രൂപ പൊടിച്ചു. 2 മിനിറ്റ് എടുത്തിട്ട് പറഞ്ഞു കൊടുത്തോ, സത്സന്താനങ്ങളുടെ പിറവി മോനെ അല്ലെങ്കിൽ മോളെ, നിങ്ങൾക്ക് നല്ല മക്കൾ ജനിക്കണം, വീടിനും നാടിനും പ്രിയപ്പെട്ട ആയുസ്സും ആരോഗ്യവുമുള്ള പൊന്നോമനകൾ ജനിക്കണം. നമ്മുടെ ഗുരു, നമ്മുടെ ഭഗവാൻ പറഞ്ഞു നൽകിയിട്ടുണ്ട്. വാവ്, ചതുർത്ഥി, ഗ്രഹണം, മയന സന്ധ്യകൾ, അടുത്തുള്ള ക്ഷേത്രങ്ങളിലെ ഉത്സവ ദിനങ്ങൾ ഇവ വർജിച്ചുകൊണ്ട് പൂർണ്ണമായ പ്രാർത്ഥനയോടെ ഇഷ്ടദേവനെ പ്രാർത്ഥിച്ചുകൊണ്ട് പൂർണ്ണമായ പ്രേമത്തോടെ പൂർണ്ണമായ പ്രാർത്ഥനയോടെ മനസ്സും ശരീരവും ഒന്നാകുന്ന വേളയിൽ സത്സന്താനങ്ങൾ പിറവിയെടുക്കുന്നു എന്ന് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു തന്നിട്ടില്ലേ? പറഞ്ഞു കൊടുത്തോ മക്കൾക്ക്? ആ ഗുരുവിൻ്റെ ധർമ്മം നിങ്ങൾ പറഞ്ഞു കൊടുത്തോ? പഞ്ചധർമ്മത്തിലെ അവ്യഭിചാരത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തോ മക്കൾക്ക്? കണ്ണീ കണ്ട പെണ്ണുങ്ങളുടെ പുറകെ അല്ലെങ്കിൽ കണ്ണീ കണ്ട ആണുങ്ങളുടെ പുറകെ ഫേസ് പുസ്തകം കണ്ട് പ്രേമിച്ച് എത്ര ഭർത്താവുള്ള പെണ്ണുങ്ങളാ പോയിരിക്കണത്? അന്യ സംസ്ഥാനങ്ങളിലൊന്നുമല്ല, കേരളത്തിൽ അടിമാലിയിൽ ഒരുത്തി ആസിഡ് എറിഞ്ഞ് തിരുവനന്തപുരത്ത് ഒരുത്തൻ്റെ മുഖത്ത് കൂട്ടിക്കൊണ്ടുപോകില്ലെന്ന് പറഞ്ഞപ്പോഴ് അല്ലേ? അങ്ങനെ എത്രയോ സംഭവങ്ങളുണ്ട് ഈ കേരളത്തിൽ മരങ്ങേറുന്നു. എന്തുകൊണ്ടാ ഇതൊക്കെ സംഭവിച്ചത്? ശ്രീനാരായണ ദർശന ഗരിമ, ഔവ്യഭിചാരം, വ്യഭിചരിക്കരുത് എന്ന് ഗുരു പറയുന്നത് സ്വന്തം ഭർത്താവ് അവളുടെ ഭാര്യയെ അല്ലാതെ, സ്വന്തം ഭാര്യ അവളുടെ ഭർത്താവിനെ അല്ലാതെ മറ്റൊരു പെണ്ണിനെയോ മറ്റൊരാണിനെയോ തെറ്റായ ചിന്തയോടുകൂടി നോക്കുന്നത് പോലും വ്യഭിചാരത്തിന് സമമെന്ന് ഗുരു പറയുന്നു. തിരുവുള്ളവരുടെ തിരുക്കുറളിൻ്റെ 6-ാം ഖണ്ഡം ഭാരതത്തിലെ വനിതകൾക്കായിട്ട് ശ്രീനാരായണ ഗുരുദേവൻ ഭാര്യാധർമ്മം എന്ന പേരിൽ വിവർത്തനം ചെയ്ത് തന്നിരിക്കുന്നു. വസതിക്കൊത്ത് ഗുണമുള്ളോളായി വരവിനൊത്ത് വ്യയം ചെയ്തിടുകിൽ തൻ്റെ വാഴ്ചയ്ക്ക് തുണയാമവൾ. ചന്ദ്രഗുപ്ത മൗര്യന് ചാണക്യൻ എന്ന പോലെ സമർത്ഥയായ വരവിനൊത്ത് വ്യയം ചെയ്യുന്ന പെണ്ണ്, ചാരിത്രശുദ്ധിയാണ് ഒരു പെണ്ണിൻ്റെ ഏറ്റവും വലിയ ഐശ്വര്യം. പാതിവൃത്യമുള്ള പെണ്ണ് ചൊല്ലിയാൽ പേമാരി ഇടിവെട്ടി പെയ്തിടും. ഒരു കൊടുങ്കാറ്റിലും അണയാത്ത നിലാവെട്ടമായി അവൾ പ്രശോഭിക്കും. അല്ലേ? പൂമുഖപ്പടിവാതിലിൽ സ്നേഹം തുളുമ്പുന്ന പൂന്തിങ്കളാകണം ഭാര്യ. യേശുദാസ് പാടിയിട്ട് 50 കൊല്ലായിട്ടില്ല. ഈ മഹാഗുരു 1 നൂറ്റാണ്ട് മുമ്പ് പറഞ്ഞു വെച്ചു. ആരെങ്കിലും അറിഞ്ഞോ? ആരെങ്കിലും ഇത് പറഞ്ഞു കൊടുത്തോ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ആ ഒരു വലിയ ഗുരുവാ മുന്നിലുള്ളത് അല്ലേ? ആ ഗുരുവിനെ വിളിച്ചാൽ ആ ഗുരു നിങ്ങളുടെ ചാരത്തുണ്ടാകും. ആ ഭഗവാൻ നിങ്ങളുടെ അടുത്ത് ഓടിയെത്തും. ആ ഭഗവാനെയാണ് ഓരോ കുടുംബങ്ങളിലും ഓരോ ഹൃദയങ്ങളിലും ഓരോ മക്കളിലും ഇരുത്തേണ്ടത്. ദൈവമേ കാത്തുകൊള്ളുക, കൈവിടാതിങ്ങു ഞങ്ങളെ. ഒരു ദൈവോപനിഷത്താ പ്രാർത്ഥന അല്ലേ? എങ്ങനെ ഭർത്താവും അച്ഛനും മുത്തശ്ശനും ഒന്നും കൈപിടിച്ചാൽ അതൊക്കെ ഒരു കൈപിടുത്തം ധൈര്യ. പക്ഷെ ആത്യന്തികമായ കൈപിടുത്തം ഭഗവാന്റെയാണ്. കാത്തുകൊള്ളണേ. എങ്ങനെ കാത്തുകൊള്ളണം? കൈവിടാതിങ്ങു ഞങ്ങളെ, കൈവിടല്ലേ. ആ ഭഗവാന്റെ കൈവിട്ടാൽ പോയി ICUവിൽ. ആ കൈ പൂർണ്ണമായി വിട്ടാൽ പോയി 6 അടി മണ്ണിൽ. മന്നവനാണെങ്കിലും യാചകനാണെങ്കിലും മോഹൻലാൽ ഒരു സിനിമയിൽ പറയുന്നത് പോലെ വെട്ടിപ്പിടിച്ചതും കണ്ണിൽ കണ്ടതും കയ്യിൽ കിട്ടിയതും ദാനം കിട്ടിയതും തട്ടിപ്പറിച്ചതും എല്ലാം കൂട്ടിയെടുത്തതും കൂട്ടിവെച്ചതും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അവസാനത്തെ ഒരു യാത്രയുണ്ട് അല്ലേ? അപ്പോൾ കൂടെ ഉണ്ടാകേണ്ടത് ഭഗവാനാണ്. ആ ഭഗവാന്റെ പാതാര വൃന്ദങ്ങളിലേക്കാണ് നാം അഭയം തേടേണ്ടത്. അതാണ് ശ്രീനാരായണ ദർശന ഗരിമയുടെ മഹത്വം. ഗുരുവിൻ്റെ 63ഓളം കൃതികൾ ആ ഒരു അമൃത സായുജ്യത്തിൻ്റെ, നമ്മുടെ സ്നേഹനിർഭരമായ ജീവിതത്തിൻ്റെ താക്കോലാണത്.
അരുളൻപനുകമ്പ, ഇവ മൂന്നിനും പൊരുളൊന്നാണിത് ജീവതാരകം. ഒരെറുമ്പിനെ പോലും നോവിക്കരുതേ എന്ന് കേഴുന്ന ഒരു മഹാഗുരു. ആ ഗുരുവിനെ കിട്ടിയ ഒരു കുലമാണ് നമ്മുടേത്. ആ ഗുരുവിനെ അറിയണം അല്ലേ? ആ ഗുരുവിൻ്റെ ചിത്രത്തിന് മുന്നിൽ നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ. നിങ്ങൾക്ക് ഗുണമുണ്ടാകും. നിങ്ങളുടെ സങ്കടങ്ങൾ, നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങളുടെ ആഗ്രഹം. ഷീബ ടീച്ചർ ഇത് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുക.